ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ യാത്രാ സ്നേഹി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാഹനാപകടങ്ങളിൽ ഗുരുതര പരിക്കേൽക്കുന്നവർക്ക് 1,50,000 സൗജന്യ ചികിത്സ ലഭിക്കും എന്നുള്ളൊരു വിവരമാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ റോഡ് അപകടങ്ങളിലെല്ലാം ഗുരുതരമായി പരിക്കേറ്റാൽ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള നൂലാമാലകൾ ഉണ്ടാവില്ലേ, ഒരുപാട് പേപ്പർ വർക്കുകൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കൂടുതൽ അപകടം പറ്റിയ ആളുകളാണെങ്കിൽ ആദ്യം തന്നെ കുറേ പൈസ അടയ്ക്കേണ്ടി വരും, എന്നാലേ ചികിത്സ ചെയ്യൂ എന്നൊക്കെ പറയും. അപ്പോൾ അത്തരമുള്ള സാഹചര്യങ്ങളിൽ ഒരുപാട് ചികിത്സ നിഷേധിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ചികിത്സ വൈകിപ്പിച്ചു, അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾക്ക് മരണം സംഭവിക്കും, അല്ലെങ്കിൽ ചികിത്സ വൈകി എന്നുള്ള പരാതികളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അത്തരം പരാതികളൊക്കെ ഒരുപാട് കൂടിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് 2022 തന്നെ മോട്ടോർ വാഹന ആക്സിഡൻറ്റ് ഫണ്ട് ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് രൂപീകരിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗതാഗത മന്ത്രാലയം 1.5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. റോഡ് അപകടങ്ങളിൽ ഗുരുതരമായോ അതീവ ഗുരുതരമായോ അപകടത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഒരാഴ്ചത്തെ സൗജന്യ ചികിത്സയാണ് ഈ പദ്ധതി മൂലം ലഭിക്കുന്നത്. 1.5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സഹായമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഏത് റോഡ് അപകടത്തിലും, അതായത് ഏത് സ്റ്റേറ്റിലുള്ള റോഡ് അപകടമാണ് സംഭവിച്ചതെങ്കിലും ഇത്തരത്തിൽ നമുക്ക് ചികിത്സ ലഭ്യമാക്കാവുന്നതാണ്. ഈ 1.5 ലക്ഷം രൂപ നമുക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാവുന്നതാണ്. ദേശീയ ആരോഗ്യ അതോറിറ്റിയും ഗതാഗത വകുപ്പും കൂടി സഹകരിച്ചാണ് ഈ പദ്ധതി ചെയ്യുന്നത്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ആരോഗ്യ യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട ഹോസ്പിറ്റലുകളാണെങ്കിൽ ഈ ചികിത്സ ലഭ്യമാക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അതല്ലാത്ത ഹോസ്പിറ്റലുകളാണെങ്കിൽ നമുക്ക് ആദ്യം ചികിത്സ ലഭ്യമാക്കിയ ശേഷം പിന്നീട് ഈ എമൗണ്ട് അടച്ച ശേഷം പിന്നീട് ഈ എമൗണ്ട് റീഫണ്ട് ചെയ്യുക പോലുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ചികിത്സാ തുക ഗതാഗത വകുപ്പിൻ്റെ മോട്ടോർ വാഹന അപകട ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പം ഈ ചികിത്സയുടെ ആദ്യ പദ്ധതി എന്നുള്ള നിലയിൽ അസം, ചണ്ഡീഗഡ് പോലുള്ള സ്റ്റേറ്റുകളിലാണ് ഇതിപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. അതൊരു ട്രയൽ റൺ, എങ്ങനെ വിജയിക്കും, എത്രത്തോളം ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വരണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി മറ്റുള്ള സ്റ്റേറ്റുകളിലേക്കും ഇത് വരും. അപ്പോൾ ഇതിൽ ഒരുപാട് അംഗങ്ങൾ സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ ദേശീയ ആരോഗ്യ അതോറിറ്റി, പോലീസ്, എംപാനൽ ചെയ്ത ഹോസ്പിറ്റലുകൾ, പിന്നെ സ്റ്റേറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകൾ, നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ, സെൻട്രൽ ഇൻഷുറൻസ് കമ്പനികൾ, ഇതെല്ലാം ഈ പദ്ധതിയുമായി സഹകരിച്ചിട്ടാണ് ഗതാഗത വകുപ്പ് ഇങ്ങനൊരു സംഭവം ചെയ്യുന്നത്. ഇനി ഈ പദ്ധതിക്ക് പണം കണ്ടെത്താൻ വാഹന ഇൻഷുറൻസ് കമ്പനികൾ ഗതാഗത മന്ത്രാലയവുമായി സഹകരിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഒക്കെ നമ്മൾ എടുക്കുമല്ലോ, വാഹനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ഇൻഷുറൻസ് ഫുൾ കവർ, തേർഡ് പാർട്ടി അങ്ങനെയൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുന്നതിൽ 3% ഈ ഒരു ഫണ്ടിലേക്ക്, അതായത് വാഹന അപകട ഇൻഷുറൻസ് സൗജന്യ ചികിത്സ നൽകുന്ന ഫണ്ടിലേക്ക് മാറ്റിവെക്കാനായിട്ട് ട്രാൻസ്പോർട്ട് വകുപ്പ് ഈ ഇൻഷുറൻസ് കമ്പനികളോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പം ആർക്കും അപകടം സംഭവിക്കണം എന്നല്ല, എല്ലാവരും സുരക്ഷിതമായി യാത്ര ചെയ്യുക. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും കണ്ടിജൻസി അല്ലെങ്കിൽ അപകടം നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ ഈ വിവരം അറിയാതെ പോകരുത്. നമ്മുടെ 1.5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നമുക്ക് ലഭിക്കും എന്നുള്ള വിവരം ആരും അറിയാതെ പോകരുത്. അതിനുവേണ്ടിയാണ് ഞാനിപ്പം ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വിവരം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു ഇൻഫർമേഷൻ വീണ്ടും കാണാം. യാത്രാ സ്നേഹി സൈനിങ് ഔട്ട്. ബൈ.